മൊസാദിനെ സംബന്ധിച്ച് മൊസാദിന് ഉന്നത തലത്തിൽ നിന്നും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഒളിച്ചിരിക്കുന്നു അവരെയൊക്കെ തന്നെ ഉന്മൂലനം ചെയ്യുക, തീർത്ത് കളയുക എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ്. അങ്ങനെ പ്രധാനികളൊക്കെ തന്നെ മരണപ്പെടുന്നു, നശിക്കുന്നു, ഒപ്പം പോരാളികളൊക്കെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പോരാളികളെ കൂട്ടാൻ ഹമാസിൻ്റെ അംഗബലം വർദ്ധിക്കാനായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് നിലവിൽ ഹമാസ് നടത്തിയിരിക്കുന്നത്. പലസ്തീനി യുവാക്കളോട് ഹമാസ് സൈന്യത്തിൽ അംഗങ്ങളാവാനുള്ളൊരു ആഹ്വാനം തന്നെയാണ് ഹമാസ് നേതൃത്വം നടത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഹമാസിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. അതിനിടയിൽ പലസ്തീനി യുവാക്കളോട് ഹമാസ് സൈന്യത്തിൽ അംഗങ്ങളാവാനുള്ളൊരു ആഹ്വാനമാണ് ഹമാസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അങ്ങനെ സാധാരണ ജനങ്ങളെ ഹമാസിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ പടപൊരുതാനുള്ളൊരു ഒരുക്കം തന്നെയാണ് ഹമാസ് നടത്തിപ്പോരുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ തുടരണമെന്ന് ഇസ്രയേലി സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബന്ദികളുടെ കുടുംബങ്ങൾ. എന്നാൽ സൗദി അറേബ്യയുടെ സന്ദേശം വളരെ വ്യക്തമാണെന്നും അത് ഗാസയിൽ ശാശ്വതമായ വെടിനിർത്തലാണെന്നും വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ പറയുകയുണ്ടായി. ചൈനീസ് വിദേശകാര്യമന്ത്രി, അറബ് ഇസ്ലാമിക് മന്ത്രിതല സമിതി അംഗങ്ങൾ എന്നിവരോടൊപ്പം തന്നെ പലസ്തീൻ വിഷയത്തിൽ UN രക്ഷാ കൗൺസിൽ നടത്തിയ പ്രസംഗത്തിലൂടെയായിരുന്നു സൗദി മന്ത്രി ഈ നിലപാട് വളരെ വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞിരിക്കുന്നത്. സ്വയം പ്രതിരോധമെന്ന ഇസ്രയേൽ ഉയർത്തുന്ന വാദങ്ങളെ ദുർബലമായി തന്നെയാണ് ഇപ്പോൾ സൗദിയും ചിത്രീകരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിച്ച് നൽകാൻ കഴിയുന്നതല്ല. ഈ വാദം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. സാധാരണ ജനങ്ങളുടെ ജീവനെടുത്ത് 10,000-ലധികം ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു. അതിൽ 70%-ലധികവും സ്ത്രീകളും കുട്ടികളുമാണ്. ഒരു ന്യായവും ഇതിനെ അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ ന്യായം നിരത്തുന്നതിലൂടെ ശാശ്വത പരിഹാരമായി നോക്കി കാണാനോ ഒന്നും തന്നെ കഴിയില്ല എന്നുള്ളത് അത്യാവശ്യമാണ്. ഇനി അവസാന പരിഹാരമെന്നത്, അവസാന മാർഗമെന്നത് ഗാസയിലെ വെടിനിർത്തലും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രവുമാണെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അറേബ്യൻ രാജ്യങ്ങൾ. തങ്ങൾ നിരവധി സമാധാന ഫോർമുലകൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ സമാധാന സംരംഭങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെയും ലഭിക്കാത്തൊരു ഘട്ടത്തിൽ തങ്ങളുടെ തന്ത്രപരമായ തിരഞ്ഞെടുപ്പിനാണ് സമാധാനം പുനഃസ്ഥാപിക്കാനായി സാധിക്കുന്നത്. അതിന് ഏതറ്റം വരെയും പോകുമെന്നാണ് അറേബ്യൻ രാഷ്ട്രങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖത്തറിൻ്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈജിപ്തും അമേരിക്കയും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും അണിയറയിൽ ഒരുക്കുകയാണ്. പക്ഷേ വെടിനിർത്തൽ എന്നത് ഇനി സാധ്യമായൊരു വിഷയമായി പരിഗണിക്കാൻ കഴിയുന്നില്ല. ഹമാസ് ബന്ദികളെ വിട്ടയച്ചാൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇസ്രയേൽ പറയുന്നുണ്ട്. പക്ഷേ വെടിനിർത്തൽ അവസാനിക്കുന്ന ഘട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസം ഹമാസ് നടത്തിയ പ്രകോപനപരമായ നീക്കം തന്നെയാണ് ഇസ്രയേലിനെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളും വെടിനിർത്തൽ കുറച്ച് ദിവസം കൂടി നീണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അവിടെ ഒരു വിനയായി മാറിയത് ഹമാസിൻ്റെ എടുത്തുചാട്ടം തന്നെയായിരുന്നു. ഒരുപക്ഷെ അതൊരു കുടില തന്ത്രമായി തന്നെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇസ്രയേലിൻ്റെ തിരഞ്ഞെടുപ്പുമായിരിക്കണം, സമാധാനം തന്നെയായിരിക്കണം പുനഃസ്ഥാപിക്കേണ്ടത് എന്നും സൗദി വിദേശകാര്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. ഗാസയുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. ഹമാസ് അടക്കം ഇത് ലോകരാഷ്ട്രങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ളത് സൗദി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഗാസ മുനമ്പിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും വളരെ വേഗത്തിൽ തന്നെ ഉറപ്പായും നടത്തുമെന്ന ഒരു പ്രഖ്യാപനവും നടന്നിട്ടുണ്ട്. ഗാസയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് താൽക്കാലിക വെടിനിർത്തൽ അപര്യാപ്തമാണെന്നും തങ്ങളുടെ ലക്ഷ്യം സ്ഥിരമായ രീതിയിലുള്ള ഒരു വെടിനിർത്തലാണെന്നും സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രസംഗത്തിന് മുൻപ് അമേരിക്കയിലെ UN ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൗദി മന്ത്രി നിലപാട് വ്യക്തമാക്കിയിരുന്നു. ന്യൂയോർക്കിൽ വെച്ചായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്.